നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങളുടെ ടീം ഇപ്പോഴും ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് കാണിക്കാനുള്ളൊരു അവസരമാണിത്. ലയണൽ മെസ്സി ഇല്ലെങ്കിലും അദ്ദേഹം ഇല്ലാത്തത് അധികം ബാധിക്കാത്ത തരത്തിൽ ഒരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് ലയണൽ സ്കലോനിയാണ്. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ അർജൻറ്റീനയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്ത്യൻ സമയം നമുക്ക് പറയുമ്പോൾ നാളെ പുലർച്ചെയാണ് ആ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കോച്ച് ഇക്കാര്യം തുറന്നു പറയുന്നത്. ലിയോ മെസ്സി ഇല്ല, വിത്തൗട്ട് മെസ്സി ഞങ്ങൾ കളിക്കേണ്ടതുണ്ട്, അതിനൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുവഴി മെസ്സിയുടെ ആബ്സെൻസ് മാക്സിമം കുറച്ച് ബാധിക്കുന്ന തരത്തിൽ, അതായത് ഫീൽ ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങളുടേതായിട്ടുള്ള ഗെയിം കളിക്കാനാണ് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും കഴിയാവുന്നത്ര മികച്ച രൂപത്തിൽ എതിരാളികളുടെ ഹാഫിൽ ബോളുമായിട്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഉറുഗ്വായ്ക്കെതിരെയുള്ള കളി എങ്ങനെയായിരുന്നുവോ അതുപോലുള്ളൊരു മത്സരമായിരിക്കും ഇതും എന്നാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി ആ മത്സരത്തിലെ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ കൂടുതൽ കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഗ്രേറ്റ് മാച്ചാണ്. ഞങ്ങളുടെ ശക്തി എന്താണ്, ഇപ്പോഴും ടീം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കാൻ പറ്റുന്നൊരു ഗ്രേറ്റ് മാച്ചാണ് വരുന്നത്. സോ ഐഡിയ വളരെ കൃത്യമാണ്. ഞങ്ങളുടെ ഒരു ഗ്രേറ്റ് ഓപ്പണൻ്റ് നേരെ മികച്ച രൂപത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. മെസ്സി ഇല്ലാതെ കളിക്കാനുള്ള ഒരു വേ ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെസ്സിയുടെ ആബ്സെൻസ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഫീൽ ചെയ്യുന്ന രൂപത്തിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. സോ മെസ്സി ഇല്ലെങ്കിലും അർജൻറ്റീനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് തെളിയിക്കുക എന്ന ഒരു ഉദ്യമം കൂടി ഇവിടെ സ്കലോനിക്കുണ്ട് എന്ന് തോന്നുന്നു. അതാണ് കഴിഞ്ഞ കളി വിജയിച്ചതിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. ഏതെങ്കിലും ഒരാളല്ല, ഇൻഡിവിജ്വൽസിനേക്കാൾ മേലെയാണ് ഈ ടീം. ഒരാളില്ലെങ്കിൽ കൂടുതൽ മികവ് കാണിക്കുന്ന മറ്റു താരങ്ങൾ വരാനുണ്ട് എന്ന് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.